ഹായ് ഹലോ മക്കളെ, യെസ് നമ്മളപ്പോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ആനുവൽ എക്സാമിന്റെ ടൈം ടേബിൾ ഔട്ട് ആയിരിക്കുകയാണ്. യെസ്, അപ്പൊ നമുക്ക് 7th സ്റ്റാൻഡേർഡ് നമ്മുടെ 7ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ നോക്കാം. ഓക്കെ, അപ്പൊ 7ാം ക്ലാസ്സിൽ 7th രണ്ട് കാറ്റഗറി ആയിട്ടാണ് മക്കളെ. അറ്റാച്ച്ഡ് എൽ പി യു പി സെക്ഷൻസിലും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് എൽ പി യു പി സെക്ഷനിലായിട്ടാണ് നമ്മുടെ 7th സ്റ്റാൻഡേർഡിന്റെ എക്സാം നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, സാർ എന്താണ് അറ്റാച്ച്ഡ് എൽ പി യു പി സെക്ഷൻ അതുപോലെ ഇൻഡിപെൻഡന്റ് എൽ പി യു പി സെക്ഷൻ എന്നുള്ളത്. അറ്റാച്ച്ഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് നിങ്ങളുടെ എങ്കിൽ അത് അറ്റാച്ച്ഡ് എൽ പി യു പി സെക്ഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് ടൈം ടേബിൾ വേറെയാണ്. അതുപോലെ ഇൻഡിപെൻഡന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ മാത്രമാണ് ഉള്ളെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡന്റ് യു പി എൽ പി സ്കൂളിന്റെ കാറ്റഗറിയിൽ വരുന്നവരാണ്. അപ്പൊ ആദ്യം നമുക്ക് 7th സ്റ്റാൻഡേർഡിന്റെ അറ്റാച്ച്ഡ് എൽ പി യു പി സെക്ഷൻസിൽ 1 മുതൽ 10 വരെ ക്ലാസ്സുകളുള്ള സ്കൂളിലെ ടൈം ടേബിൾ നോക്കാം. നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 27th ഫെബ്രുവരി 27 വ്യാഴാഴ്ചയാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളൊരു പ്രത്യേകത ഉള്ളത്, സമയം മക്കളെ എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് ഫോർനൂൺ ആണ്, ഉച്ചയ്ക്ക് മുന്നേ ആണ്. അതായത് രാവിലെ പോയി എക്സാം എഴുതിയാൽ മതി. സമയം 10 മണി മുതൽ 12:15 വരെയാണ് നമ്മുടെ എക്സാം ടൈം പറയുന്നത്. സോ 27 തീയതി വ്യാഴാഴ്ച നമുക്ക് ആദ്യം തുടങ്ങുന്ന എക്സാം എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സെക്കൻഡ് ആണ്. മലയാളം സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 28 തീയതി വെള്ളിയാഴ്ച എക്സാം വരുന്നത് ഇംഗ്ലീഷ് ആണ്. ദെൻ 1 തീയതി മാർച്ച് 1 തീയതി ആട്ടോ. 28 ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ മാർച്ച് 1 നമുക്ക് എക്സാം ഉള്ളത്. സാറ്റർഡേ ആണ്, ഹിന്ദിയാണ് നിങ്ങൾക്ക് സബ്ജക്ട് വരുന്നത്. ആൻഡ് മാർച്ച് 11 തീയതി മലയാളം, അറബിക്, സാൻസ്ക്രിറ്റ്, തമിഴ്, കന്നഡ, ഉറുദു ലാംഗ്വേജസ് ആണ് വരുന്നത്. ഇനി മാർച്ച് 15 എക്സാം വരുന്നത് കലാപ്രവൃത്തി, ആരോഗ്യ, കായിക, വിദ്യാഭ്യാസം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന 15 തീയതി എക്സാം വരുന്നത്. 18 തീയതി ചൊവ്വാഴ്ച ബേസിക് സയൻസ് ആണ്, നമ്മുടെ സ്വന്തം ബേസിക് സയൻസ് ആണ് എക്സാം വരുന്നത്. ആൻഡ് 22 മാർച്ച് 22 തീയതി സാറ്റർഡേ മാത്സ് ആണ് എക്സാം വരുന്നത്. മാത്സ് എക്സാം ആണ്, ഇതെല്ലാം രാവിലെയാണ് എക്സാം. ഇനി മാർച്ച് 27 തീയതി ആണ് നിങ്ങളുടെ ലാസ്റ്റ് എക്സാം വരുന്നത്. തേഴ്സ്ഡേ ആണ്. സോഷ്യൽ സയൻസിലാണ് നമ്മുടെ എക്സാം എൻഡ് ചെയ്യുന്നത്. ഇത് അറ്റാച്ച്ഡ് എൽ പി യു പി സെഷൻ ക്ലാസ്സുകളുടെ ആണ് 7th. ഇനി നമുക്ക് ഇൻഡിപെൻഡന്റ് എൽ പി യു പി സെഷൻ നിങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ മാത്രമാണ് ക്ലാസ്സുകൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 18 മക്കളെ. മാർച്ച് 18 തീയതി ചൊവ്വാഴ്ചയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ എക്സാം നടക്കുന്ന ഫോർനൂണിലല്ല, ആഫ്റ്റർനൂൺ ആണ്. ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:45 വരെയുള്ള സമയത്താണ് നിങ്ങളുടെ എല്ലാ എക്സാമുകളും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ 18 തീയതി ചൊവ്വാഴ്ച ആദ്യത്തെ എക്സാം നമുക്ക് മലയാളം സെക്കൻഡ് ആണ് വരുന്നത്. 19 തീയതി മാർച്ച് 19 തീയതി വെനസ്ഡേ നമുക്ക് ഇംഗ്ലീഷ് എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 20th അതായത് മാർച്ച് 20 തീയതി തേഴ്സ്ഡേ എക്സാം വരുന്നത് മലയാളം, അറബിക്, സാൻസ്ക്രിറ്റ്, തമിഴ്, കന്നഡ, ഉറുദു ലാംഗ്വേജസ് ആണ് വരുന്നത്. ആൻഡ് 21st ഫ്രൈഡേ അതായത് മാർച്ച് 21 തീയതി നമുക്ക് ഹിന്ദി എക്സാം വരുന്നുണ്ട്. 24 മാർച്ചിന് കലാപ്രവൃത്തി, ആരോഗ്യ, കായിക, വിദ്യാഭ്യാസമാണ് ആ സബ്ജക്ട് ആണ് എക്സാം വരുന്നത് അതുള്ളവർക്ക്. ആൻഡ് 25th മാർച്ച് 25 തീയതി ചൊവ്വാഴ്ച ബേസിക് സയൻസ്, വീണ്ടും നമ്മുടെ ബേസിക് സയൻസ് ഇൻഡിപെൻഡന്റ് എൽ പി യു പി സെക്ഷനിൽ വരുന്നത് 25 മാർച്ചിനാണ് കേട്ടോ. അതുപോലെ 26 മാർച്ചിന് വെനസ്ഡേ നമുക്ക് മാത്സ് ആണ് എക്സാം വരുന്നത്. മാത്സ് വരുന്നത് 26 തീയതി മാർച്ച് ആണ്. ദെൻ മാർച്ച് 27 ലാസ്റ്റ് നമ്മുടെ എക്സാം അവസാനിക്കുന്നത് സോഷ്യൽ സയൻസിലാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ സ്കൂൾ ഏത് കാറ്റഗറിയിൽ അറ്റാച്ച്ഡ് ആണോ അതോ ഇൻഡിപെൻഡന്റ് ആണോ സ്കൂൾ കാറ്റഗറി വരുന്നത് ചെക്ക് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ആനുവൽ എക്സാംസ്, നമ്മുടെ റിവിഷൻ വീഡിയോസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൂടെ വരുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റിവിഷൻസ് കാര്യങ്ങളൊക്കെ. ആൻഡ് യൂട്യൂബ് ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതെല്ലാം റെഫർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് പോയി നമ്മുടെ ഫൈനൽ ആനുവൽ എക്സാം എഴുതി തകർക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു ഓൾ ദി വെരി ബെസ്റ്റ്. എക്സാം തകർത്ത് എഴുതുക കേട്ടോ. ഓക്കെ.